ഇന്നലെ നടന്ന പോലുള്ള കൊലപാതകം ഇതിനു മുമ്പും ഇവിടെ നടന്നിട്ടുണ്ട്. കുട്ടികളാണ് അധികവും പലപ്പോഴും അതിനിരയാകുന്നത്. പിന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊക്കെ റിപ്പയർ ചെയ്യുന്നു എന്നാണ്. അയാൾ മരിച്ചു. പിന്നെ എങ്ങനെയാ സാർ വീണ്ടും ഇതുപോലൊരു കൊല? മരിച്ച ആൾ തിരിച്ചു വരികയോ? എന്ത് ബ്ലണ്ടറാണ് റാം പറയുന്നത്? മരിച്ചു എന്ന് എന്താണ് ഉറപ്പ്? മരിച്ച വ്യക്തിയുടെ ബ്ലഡ് സാമ്പിൾ മാച്ചിങ് ആയിരുന്നു. പിന്നെ ബോഡി വെയിറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം വ്യക്തമായിരുന്നു. മാത്രമല്ല അയാളുടെ അച്ഛൻ തന്നെ ബോഡി ക്ലെയിം ചെയ്തതാണല്ലോ. നോ സർ, ഇതിലെന്തോ ദുരൂഹതയുണ്ട്. ഇത് വീണ്ടും ഒന്ന് അന്വേഷിക്കണം സാർ. മരിച്ച കുട്ടിയുടെ കഴുത്തിൽ കണ്ട കൈയടയാളവും ഇതിനു മുമ്പ് നടന്ന കൊലപാതകങ്ങൾ കണ്ട കൈയടയാളവും ഒന്നല്ല. ഇത് വളരെ റെയറായ ഒരു കേസാണ്. ഇത്തരം ഭീതി വരുത്തുന്നത് വേറൊരു വ്യക്തിയാണ്. മുൻപ് ജീവിച്ചിരുന്ന മനോരോഗിയെ അനുകരിക്കുന്ന ഒരുത്തൻ. ഇതിന് പറയുന്നത് ട്രാൻസ്റ്റേറ്റ് എന്നാണ്. അഥവാ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ വീരകഥകൾക്ക് സ്വാധീനിക്കപ്പെടുകയും പിന്നെ അയാൾ മരിക്കുമ്പോൾ താൻ അയാളാണെന്ന് സ്വയം ധരിച്ച് മരിച്ചയാളെ പോലെ ജീവിക്കുന്നവൻ.